ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കോഫി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കണേ. നല്ല ക്രീമി കോഫി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക്, നല്ല ഡ്രൈ ആയ ജാറായിരിക്കണം, തീരെ നനവ് പാടില്ല, അതിലേക്ക് ഒരു 4 ടീസ്പൂണോളം കോഫിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടീസ്പൂണാണ് കോഫിപ്പൊടി, ബ്രൂ കോഫിപ്പൊടിയാണിത്, അല്ലെങ്കിൽ നെസ്കഫേൻ്റെ എടുക്കുക. അതുപോലുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫിപ്പൊടി എടുത്താൽ മതി. ഇനി അതിലേക്ക് 4 ടീസ്പൂൺ കോഫിപ്പൊടിക്ക് 8 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് മിക്സിയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റോളെങ്കിലും ഒന്ന് പൊടിച്ചെടുക്കേണ്ടി വരും. ഇനി അതിലേക്ക് ഒരു 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഐസ് ക്യൂബ്സിന് പകരം തണുത്ത വെള്ളം ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിലുള്ള എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണേ. എന്നാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അപ്പം തന്നെ എത്തുന്നതായിരിക്കും. ഇവിടെ ഞാനൊരു 3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 ഐസ് ക്യൂബ്സ് ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ഇനി ഒരു 4-5 ഐസ് ക്യൂബ്സ് വരെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് വരെ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 4-5 ടീസ്പൂൺ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ ഈ കോഫി ക്രീമി പരുവത്തിലുള്ള ഈ കോഫി സ്റ്റോർ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അങ്ങനെ ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്ത് നമുക്ക് കോഫി തയ്യാറാക്കാം. വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോഴൊക്കെ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി കോഫി നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് വളരെ സന്തോഷമായിരിക്കും ഇങ്ങനെ ഒരാൾ വരുമ്പോൾ നല്ലൊരു അടിപൊളി കോഫിയൊക്കെ കൊടുത്താൽ. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്തപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ എടുത്ത് കോഫി തയ്യാറാക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പാല് തിളപ്പിക്കാൻ വെച്ചിരുന്നു. ഇതിട്ട 2 ടീസ്പൂൺ ഒന്ന് ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ക്രീമി കോഫി 2 ടീസ്പൂൺ കപ്പിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം തിളച്ച പാല് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നല്ല അടിപൊളി കോഫി തയ്യാറായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒരു ക്രീമി ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂൺ ക്രീമി കോഫി കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് മുകളിൽ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ നല്ലൊരു ക്രീമി പരുവത്തിലുള്ള കോഫി നമുക്ക് ഇങ്ങനെ കുടിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഞാനിവിടെ കുറച്ച് ബൂസ്റ്റ് പൗഡർ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലിട്ട് ഇങ്ങനെ അരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മുകളിൽ ഇങ്ങനെ കിടക്കും. ഇത് ഭംഗിക്ക് വേണ്ടി മാത്രമാണ്.